Hello friends, welcome to SAG, St. Austin Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit staustintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് surface area of a square pyramid ലെ part 3 more problems. So please visit part 1 and 2 before watching this video. നമ്മൾ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, the question is problem number 3. A square pyramid is made using a square and 4 triangles with the dimensions as shown below. നിങ്ങൾക്ക് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണം. അതിന് താഴെ ഒരു സ്ക്വയർ, എന്താണ് സ്ക്വയർ, ഒരു സമചതുരം നൽകിയിട്ടുണ്ട്, 4 ട്രയാങ്കിൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഡയമെൻഷൻ, ഇപ്പോൾ ഒരു സമചതുരം ഈ സമചതുരമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഒരു വശം 24 സെൻറ്റിമീറ്റർ. പിന്നെ ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഹൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത് എത്രയാണ്? 18 സെൻറ്റിമീറ്റർ. ഓക്കെ, വാട്ട് വുഡ് ബി ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? നിങ്ങൾ അങ്ങനെ ഈ രണ്ടും വെച്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന പിരമിഡിന്റെ ഹൈറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ദ സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾസ് ആർ ലൈക്ക് ദിസ്? ഇനി സ്ക്വയറും ട്രയാങ്കിളും ഇങ്ങനെയാണെങ്കിലോ? ഇതൊരു സ്ക്വയർ, അതിന്റെ വശം മാറ്റില്ല, 24 സെന്റിമീറ്റർ തന്നെ. പക്ഷെ ഈ ട്രയാങ്കിളിന്റെ തന്നിരിക്കുന്നത് 30 സെന്റിമീറ്റർ ആണ്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. ഇതിന്റെ ആൻസർ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നറിവ് നോക്കാം. മുന്നേ നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡ് സെന്ററിൽ നിന്നും മുകളിലേക്കുള്ളത് എന്താണ്? ഹൈറ്റ് അല്ലെ? ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ പിരമിഡ് ഡിനോട്ടഡ് ബൈ h. ട്രയാങ്കിളിന്റെ ഈച്ച് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താണ്? L. ഇതിന്റെ സൈഡ് എന്ത് വരും? ദിസ് ഈസ് A. ബേസ് സൈഡ് ഇതെന്താണ്? A/2. ഫ്രം ദിസ് ട്രയാങ്കിൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? L സ്ക്വയർ. According to Pythagoras principle, L square is equal to, this is a right angle triangle, L square is equal to എന്താണ്? A/2 base square plus h square. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അത് ഓർമ്മ വേണം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്താണ് ഒരു ട്രയാങ്കിൾ അതിൽ നിന്ന് എടുക്കുന്നു. L square is equal to A/2 whole square plus h square. നോക്കൂ, this is height, ഉണ്ടോ? ഹൈറ്റ്, ചരിവ് ഉയരം L, this is L. ഓക്കെ, പാദവാക്കിന്റെ പകുതി A/2. So it's a right angle triangle, so therefore L square is equal to A/2 whole square plus h square. Using this formula we can find the answers of first question. A square pyramid is made using a square and 4 triangles with the dimensions as shown below. ഇപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്, എന്താണ് ഒരു ട്രയാങ്കിൾ ഉണ്ട്. വാട്ട് വുഡ് ബി ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? അപ്പോൾ നമ്മൾ എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് A ഈസ് ഗീവൺ, A ആൻഡ് L ഈസ് ഗീവൺ. നമുക്ക് എന്ത് ഫോർമുല അറിയാവുന്നത്? L സ്ക്വയർ ഇസ് ഈക്വൽ ടു A/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ. നമുക്ക് ഈ ഫോർമുല അറിയാം. ഇതിൽ നിന്ന് നമുക്ക് h കണ്ടെത്താമല്ലോ. നമ്മൾ h മാത്രം ഇവിടെ നിർത്തുക. ഈ ഒരു ഫോർമുലേനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. ദാറ്റ് മീൻസ് L സ്ക്വയർ മൈനസ് A/2 whole square is equal to h square. Clear? Okay, so നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എടുത്ത് എഴുതാം. എന്താണ്? A is given 24 centimeter, L is given 80 centimeter. So h square is equal to L square minus A/2 whole square. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. h square ഇവിടെ നിർത്തി ഇത് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, so h square is equal to L square minus A/2 whole square. Then what is L? L is equal to 18 centimeter. What is A? A is equal to 24 centimeter. Clear? So put the value here. So h is equal to root of 18 square minus 24/2 whole square. ഇതിന് പകരം എന്ത് കൊടുത്തു? 8. ഇത് h സ്ക്വയർ ആണ്, അപ്പോൾ h കാണുമ്പോൾ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. ഇനി it is equal to 18 square, 24/2 എത്രയാണ്? 12 square. ഇത് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. A square മൈനസ് B square is equal to A plus B into A minus B. ഓർമ്മയുണ്ടോ? എന്താണ് ഇക്വേഷൻ? A square minus B square is equal to A plus B into A minus B. Similarly, ഇവിടെ A square
minus b square. Okay, so the answer is a plus b. A plus b into a minus b. Clear? So 10 plus 12 30 into 18 minus 12 6. Clear? 30 നമുക്ക് എങ്ങനെ എഴുതാം 5 into 6. അപ്പോൾ ഇവിടെ രണ്ട് പേര് 6 കിടപ്പുണ്ട് അല്ലേ, അതിൽ നിന്നും ഒരു 6 പുറത്തേക്ക് എടുക്കുക. പിന്നെ 5 രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. സോ അത് റൂട്ടിനകത്തുണ്ട്. 6 root 5. This is the answer. H സമം 6 root 5. H is equal to 6 root 5. Okay, clear? Next question. What if the square and triangles are like this? ഇതുപോലെയാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നോക്കൂ. E സമം 30 സെന്റിമീറ്റർ എഡ്ജ് ആണ് നൽകിയിരിക്കുന്നത്. E. This is E. Okay. A സമം 24 സെന്റിമീറ്റർ. A എന്ന് പറഞ്ഞത് ഉണ്ടോ 24 സെന്റിമീറ്റർ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഹൈറ്റ്? ഹൈറ്റ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, സോ വി നോ ദാറ്റ് ഇഫ് ഇ ഈസ് ഗീവൺ, ഇ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്. എന്താണ് ആ ഫോർമുല? ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അത് എവിടെ നിന്ന് വന്നു? ഇറ്റ്സ് വെരി സിമ്പിൾ. Look at this triangle. This is L and this is A by 2. So according to Pythagoras principle, this is a right angle triangle. E square is equal to A by 2 whole square plus L square. Clear? Okay. അപ്പോൾ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. നമുക്ക് എന്ത് വേണം? എൽ കണ്ടുപിടിച്ചാലാണ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? എച്ച് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എൽ കണ്ടുപിടിക്കുക? എൽ മാത്രം ഇവിടെ നിർത്തുക, ഈ ഇക്വേഷനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. സോ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് പോസിറ്റീവാണ്, ഇപ്പം വരുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. ക്ലിയർ? സോ 30 സ്ക്വയർ നമ്മൾ അവിടെ വാല്യൂ കൊടുക്കുന്നു. ദെൻ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ 30 സ്ക്വയർ മൈനസ് 24 by 2 is equal to 12 square. Okay, therefore L is equal to root of 30 square minus 12 square. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 plus 12 into 30 minus 12. It is equal to 30 plus 12 42 into 18. 42 നമുക്ക് 6 into 7, 18 നമുക്ക് 6 into 3 അങ്ങനെ എഴുതാം. അപ്പോൾ രണ്ട് സ്ഥലത്ത് എന്തുണ്ട്? 6 ഉണ്ട്. 6 is common. 6 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 6 എടുത്തു, റൂട്ടിനകത്ത് 7 into 3 21. So L is equal to 6 root 21. നമ്മൾ ഇത് L ആണ് കണ്ടെത്തിയത്. L കണ്ടെത്തിയാലാണ് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ? H കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ the answer is L is equal to 6 root 21. മനസ്സിലായോ? This is L. ഓക്കെ, സോ L കിട്ടിക്കഴിഞ്ഞു. L എന്താണ്? 6 root 21. A എന്താണ്? 24 സെന്റിമീറ്റർ. സോ ഇനി H കാണാൻ എളുപ്പമാണ്. Hന്റെ ഇക്വേഷൻ എന്താണ്? H square is equal to L square minus A by 2 whole square. So put all these values. H square is equal to L. L is equal to 6 root 21 whole square minus A by 2. A സ്ഥലത്ത് 24 by 2 whole square. That is equal to 6 in the square. 6 in the square. Okay, 6 square root 2 in the square. ഒരു റൂട്ടിനകത്തുള്ള ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്താൽ ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ 21. 24 by 2 12 square. Clear? Again 6 square into 21 minus 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 into 2. 12 is equal to 6 into 2 whole square. Again 6 square into 21 minus 6 into square 6 square
2 square 2 square. Clear? അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് ആരുണ്ട്? 6 സ്ക്വയർ രണ്ട് സ്ഥലത്തും എന്താണ് കോമൺ ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എന്താണ് 6 സ്ക്വയർ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് 21 minus 2 square. Clear? So 6 square into 21 minus 2 square. What is 2 square? 4. So 6 square into 21 minus 4. അപ്പോൾ 6 സ്ക്വയറിന്റെ ഒരു 6 നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഐ മീൻ 6 സ്ക്വയറിന്റെ റൂട്ട് എടുക്കണം. എത്രയാണ്? 6. റൂട്ട് ഓഫ് 6 സ്ക്വയർ is equal to 6 സ്ക്വയർ ന്റെ റൂട്ട് is equal to 6. Clear? So 21 minus 4. The answer is 21 minus 4 17. 6 root 17. Okay, clear? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ആദ്യം നമ്മൾ L കണ്ടുപിടിച്ചു. Then using this formula H കാണുക. Okay. Next question, problem number 4. We want to make a paper pyramid with the base a square of side 10 centimeters and height 12 centimeters. What should be the length of the sides of the triangles? കടലാസ് മുറിച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. പാദവക്ക് 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററും വേണം. ത്രികോണങ്ങളുടെ അളവുകൾ എത്ര ആയിരിക്കണം? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് സപ്പോസ് ഇതാണ് നമുക്ക് ഉണ്ടാക്കേണ്ട എന്താണ് സമചതുര സ്തൂപിക എന്ന് വിചാരിക്കുക. വി വാണ്ട് ടു മേക്ക് എ പേപ്പർ പിരമിഡ് ലൈക്ക് ദിസ്. ഓക്കെ, വിത്ത് എ ബേസ് എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെന്റിമീറ്റേഴ്സ് മീൻസ് ബേസ് ഇതാണ് ഒരു സ്ക്വയർ കണ്ടോ നിങ്ങളിവിടെ. അതിന്റെ ഒരു സൈഡ് എത്ര വേണം? 10 സെന്റിമീറ്റർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ എല്ലാ സൈഡ് എത്രയുണ്ട്? 10 ഉണ്ടോ? ഇവിടെ 10, ദിസ് ഈസ് 10, ദിസ് ഈസ് 10. ഓക്കെ, ആൻഡ് ഹൈറ്റ് 12 സെന്റിമീറ്റർ. ദിസ് ഈസ് ദ ഹൈറ്റ് 12 സെന്റിമീറ്റർ. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ? അപ്പം നിങ്ങൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ട്രയാങ്കിൾ ഉണ്ട് കണ്ടോ, ഇതിന്റെ സൈസാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ എടുത്ത് ഇങ്ങനെ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ബേസ് എത്രയാണ്? 10 സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിന്റെ ഉയരം കണ്ടുപിടിച്ചാൽ മതി. സോ ഫൈൻഡ് ദ ലെങ്ത് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ആസ്ക് ടു ഫൈൻഡ് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ് ചോദ്യം? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ മീൻസ് ഫൈൻഡ് ദി സ്ലാൻഡ് ഹൈറ്റ്. If you know the slant height, എന്താണ് നിങ്ങൾക്ക് slant height അറിയാമെങ്കിൽ you can construct this triangle. Okay, so നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ നടുവിൽ നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, അതിൻ്റെ 12 സെന്റിമീറ്റർ എന്താ തന്നിരിക്കുന്ന ഉയരം ഹൈറ്റ്. അതുപോലെ തന്നെ എന്താണ് 12 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ഇവിടെ താഴെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ബേസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 10 സെന്റിമീറ്ററിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരാം. സോ ഹിയർ ഇതിന്റെ പകുതി ഹാഫ്. അപ്പോൾ എന്താണ് 10/2. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഹൈറ്റ് ഇസിക്കൽ എന്താണ് 12 സെന്റിമീറ്റർ, എ ഇസിക്കൽ 10 സെന്റിമീറ്റർ. നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ട്? നമുക്ക് നൽകിയിരിക്കുന്നത് ദിസ് ഈസ് എ 10 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസിക്കൽ ടു 12 സെന്റിമീറ്റർ. ക്ലിയർ? So our formula is L square is equal to A by 2 whole square plus H square. How this formula derive? This is L, this is H, and this is A by 2. So it is a right angle triangle according to Pythagoras theorem. L square is equal to H square plus A by 2 whole square, or A by 2 whole square plus H square. So A is given, H is given. Just put all these values in the equation. So L square is equal to A 10/2 is equal to 5 square, H is equal to 12 square is equal to 25 plus 144. L square is equal to 169. So what is L? Root of 169. So L is equal to root of 169 is equal to 13. Clear? So L എന്ന് പറഞ്ഞാൽ എന്താണ്? 30 centimeter. Okay. Next question, problem number 5. Prove that in any square pyramid, the squares of the height, slant height, and lateral edge are in arithmetic sequence. ഏത് സമചതുര സ്തൂപികയിലും ഉയരം, ചരിവ് ഉയരം, പാർശ്വവക്ക് എന്നിവയുടെ വർഗ്ഗങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക. ഓക്കെ,
So the question is, prove that in any square pyramid the squares of the height in the square h square, clear, slant height, comma, l square, and lateral edge is denoted by the letter e square. ഇവര് അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് തെളിയിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിൽ ഒരു എക്സാമ്പിൾ 1 2 3. ഈ മൂന്ന് സംഖ്യകളും ഒരു AP-യിലാണ്, സമാന്തര ശ്രേണിയിലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വീഡിയോസ് നിങ്ങൾ കാണുക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ മൂന്ന് സംഖ്യകൾ പരിശോധിച്ചാൽ നടുവിലത്തെ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the middle term 2 is equal to sum of the last two terms, that is 1 plus 3 by 2 is equal to 4 by 2. Clear? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 4 5 6. This middle term 5 is equal to 4 plus 6, that is 4 plus 6 by 2. Clear? Is equal to 10 by 2. So മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 4 5 6 the 5 2 into 5 is equal to 4 plus 6. Okay, similarly here in a square pyramid the squares of the height, that means h square, comma, slant height, that means l square, comma, lateral edge, that means e square, ഇവര് സമാന്തര ശ്രേണിയിലാവണമെങ്കിൽ 2 into l square equal to sum of this first and third term h square plus e square എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൂവ് തെളിയിക്കണം. ഇങ്ങനെ തെളിഞ്ഞാൽ എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരമായി. അപ്പൊ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു സമാന്തര സ്ക്വയർ പിരമിഡിന്റെ ഒരു സമേതര സ്തൂപികയുടെ ഹൈറ്റ്, ഉയരത്തിന്റെ സ്ക്വയറും, സ്ലാന്റ് ഹൈറ്റ് പാർശ്വനദിയുടെ സ്ക്വയറും, ഈ സ്ക്വയർ എഡ്ജിന്റെ സ്ക്വയർ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ പിരമിഡ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. അതിന് പേരുകൾ കൊടുക്കണം. നമ്മൾ ഇവിടെ എ, ഈ മൂലയ്ക്ക് എന്ന് കൊടുത്തു, ദെൻ ബി, ഇവിടെ സി, ഇവിടെ എന്താണ് ഡി. ഓക്കെ, 4 പേരുകൾ കൊടുത്തു, എ ബി സി ഡി. ക്ലിയർ? മനസ്സിലായോ? ഇവിടെ എ കൊടുത്തു, ബി സി ഡി. നടുവിൽ സെന്ററിൽ നമ്മൾ ഒ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഓക്കെ, ഇനി മുകളിൽ നമ്മൾ കൊടുക്കുന്നത് പി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഈ ഡി സിയുടെ സെന്ററിലായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരുകൾ. ഇനി നമുക്ക് എന്തെല്ലാം അറിയാം? നമുക്കറിയാം ഇതൊരു ഹൈറ്റ് ആണെന്ന് അറിയാം. ദിസ് ഈസ് ദ ഹൈറ്റ്, ഉയരം. എവിടെ നിന്ന് എവിടം വരെ? ഇവിടുന്ന് ഇവിടെ വരെ, ഇത് ഉയരം. ഇത് നമുക്കറിയാം. ഇനി ഇത് ചരിവ് ഉയരം. ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ് ചരിവ് ഉയരം. അത് എങ്ങനെയാണ്? ഇവിടുന്ന് ഉണ്ടോ ഇവിടം വരെ, അതെന്താണ്? എൽ സ്ലാന്റ് ഹൈറ്റ്, അത് നമുക്കറിയാം. ഇനി ഈ എ ഡി സമചതുരത്തിന്റെ നീളം, സപ്പോസ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ ആയിട്ട് എടുക്കുക. അപ്പൊ ഇതെന്തായിരിക്കും? a/2, പകുതി, എയുടെ പകുതി അല്ലേ? അപ്പോൾ അതെന്താണ്? a/2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ കൺസിഡർ ദ ട്രയാങ്കിൾ POQ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഏതാണ്? ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ. മനസ്സിലായോ? കൺസിഡർ ദ ട്രയാങ്കിൾ POQ. ഓക്കെ,
അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നത്. റൈറ്റ് ആംഗിൾ വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്, 90 ഡിഗ്രി. ഇത് ഹൈപ്പോട്ടിനസ്. സോ L square is equal to a/2 whole square. a/2 whole square plus h square using Pythagoras principle. ഓക്കെ, അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് a/2 whole square കണ്ടെത്തണം. ഇത് മാത്രം നമുക്ക് മതി. അപ്പോൾ അതിനവിടെ നിർത്തി കഴിഞ്ഞാൽ h square ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. സോ a/2 whole square is equal to h square ഇപ്പം വരുമ്പോൾ അവിടെ ഓൾറെഡി L square നിൽപ്പുണ്ട്. h square is പോസിറ്റീവ്. സമത്തിൻ്റെ ഇപ്പം വരുമ്പോൾ എന്താവും? നെഗറ്റീവ് h square. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് എഴുതിയത്. ഓക്കെ, a/2 whole square അവിടെ നിർത്തി, h square ഇപ്പം വന്നപ്പോൾ മൈനസ് ആയി, ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ നമ്മൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ L square is equal to a/2 whole square plus h square. അതിനകത്ത് നമ്മൾ a/2 whole square മാത്രം സൈഡിലേക്ക് നിർത്തിയപ്പോൾ L square അവിടെ നിന്നു, h square അപ്പുറത്തേക്ക് വന്നു. L square minus h square. ക്ലിയർ? സോ അത്രേ നമ്മുടെ ഫസ്റ്റ് പാർട്ട്, പകുതി കഴിഞ്ഞു. ഇനി കൺസിഡർ അനദർ ട്രയാങ്കിൾ. ഏതാണ്? PQD. അതായത് PQD ഈ ട്രയാങ്കിൾ ഉണ്ടോ? ഇതിനകത്ത് ഇവിടെയാണ് എന്ത് വരിക? റൈറ്റ് ആംഗിൾ വരിക, 90 ഡിഗ്രി. ക്ലിയർ? സോ കൺസിഡർ ട്രയാങ്കിൾ PQD. അപ്പം അതിനകത്ത് റൈറ്റ് ആംഗിൾ വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് എന്ത്? E, ഇത് L, ഇതെന്താണ്? a/2. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്? L, E, a/2. സോ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ഇത് റൈറ്റ് ആംഗിൾ ആണ്. സോ ദിസ് ഈസ് ഹൈപ്പോട്ടിനസ്. എന്ത് എഴുതണം? E square is equal to എന്താണ്? a/2 whole square ബേസ് സ്ക്വയർ പ്ലസ് എന്താണ്? L square. ഓക്കെ, നമ്മൾ അത് അപ്ലൈ ചെയ്യാണ്. E square is equal to a/2 whole square plus L square. ക്ലിയർ? ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കി അറിയാം. ഒന്നാമത്തെ ഫ്രം ഇക്വേഷൻ നമ്പർ 1 a/2 whole square is equal to L square minus h square. ഇക്വേഷൻ നമ്പർ 1 നോക്കുമ്പോൾ a/2 whole square എന്ന് പറഞ്ഞാൽ എന്താണ്? L square minus h square. അതേപോലെ ഒരാൾ ഇവിടെ കണ്ടോ? a/2 whole square കണ്ടോ? അപ്പോൾ അത് നോട്ട് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് a/2 whole square put the value L square minus h square. L square minus h squareന്റെ വില കൊടുക്കണം. അപ്പോൾ എങ്ങനെയാവും? E square is equal to L square minus h square plus L square. എങ്ങനെയാണത് വന്നത്? ഈ സ്ഥലത്ത്, ഇത്രയും സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഈ വില കൊടുത്തു. കണ്ടോ? ഇനി ഇവിടെ നോക്കുമ്പോൾ അറിയാം L square ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പം എന്താണ്? 2 L square ആവും. ക്ലിയർ? മൈനസ് h square is equal to E square. ഇവിടെ ഈ L square കൂടെ ആഡ് ചെയ്തപ്പോൾ എന്താണ്? 2 L square. ഈ മൈനസ് h square ഇപ്പുറത്തോട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, നോക്കൂ. ആ മൈനസ് h square ഇപ്പുറം വന്നപ്പോൾ E square plus h square is equal to L square plus L square. E square plus h square is equal to 2L square. എന്താ നമ്മൾ ചെയ്തത്? ഈ മൈനസ് h square ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ എന്താണ്? മൈനസ് ബിക്കം പോസിറ്റീവ്. ദെൻ L square plus L square is equal to 2L square. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആലോചിക്കുക. എന്താണ്? ഇൻ ആൻ AP if a, b, c are 3 consecutive terms then a plus c, അതായത് ഫസ്റ്റ് ടേം and the last term, sum of the first and the last term is equal to the double of middle term. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ്? 2 into middle term. ഇവിടെ നോക്കൂ, ഇവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a is compared with E square. Clear? Similarly, C compare with H square. B compare L square. So we can write instead of A, E square, B, L square, C, H square. മനസ്സിലായോ? തിരിച്ചു പറയുകയാണെങ്കിലോ? H square, L square, E square. കണ്ടോ? എവിടെയായാലും L square എവിടെ വരുന്നു? സെൻറ്ററിൽ വരുന്നു. സോ ക്വസ്റ്റ്യൻ എന്താണ്? സ്ക്വയർ ഓഫ് ദി ഹൈറ്റ്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് L square, ലാറ്ററൽ എഡ്ജ് E square.
ഇവർ അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ദ സർഫസ് ഏരിയ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ പൂർണ്ണമാവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ്. So please watch next video to understand the concept volume of a square pyramid. Okay, thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.